പോലീസുകാരന് സച്ചി 1,00,000 രൂപ കൊടുക്കുകയാണ്. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എൻ്റെ വണ്ടിയുടെ ചാവി തരൂ സാർ എന്ന് പറയാണ്. എന്താണ് നിനക്ക് ഇത്ര ധൃതി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചാവി കൊടുക്കുകയാണ്. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇനിയൊരു പ്രശ്നവും വരില്ലല്ലോ, ഇനി കോടതിയിലോട്ടൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നിന്റെ കയ്യിലിരിപ്പ് നന്നായിരുന്നെങ്കിൽ ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഇനിയും അതേപോലെ പോയാൽ നിനക്ക് കോടതിയൊന്നും കയറണ്ട എന്ന് പോലീസുകാർ പറയാണ്. അങ്ങനെ സച്ചി നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. രേവതിയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആ ലേഡി കോൺസ്റ്റബിളിൻ്റെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി നേരെ വണ്ടിയുടെ അടുത്ത് ചെന്ന് നേരെ തുടക്കുകയാണ്, പൊടിയൊക്കെ തുടയ്ക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് വണ്ടിയെ. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഏട്ടാ പോയാലോ, ഏട്ടൻ വണ്ടി എടുക്ക്, ഞങ്ങൾ കയറട്ടെ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറിയിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ. അങ്ങനെ ചാവി ഇടുമ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ എന്തു പറ്റി ഏട്ടാ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അറിയില്ലടാ, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. ഇതേസമയം എന്തോ പ്രശ്നമുണ്ടെന്ന് ശ്രീകാന്തിന് മനസ്സിലാവാണ്. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ ഒരു മെക്കാനിക്കിനെ വിളിക്ക്, നമുക്ക് നോക്കാം എന്ന് പറയാണ്. അങ്ങനെ മെക്കാനിക്ക് വരികയാണ്. മെക്കാനിക്ക് വന്ന് പരിശോധിക്കുമ്പോൾ പറയുന്നുണ്ട്, ആകെ വണ്ടി പൊളിഞ്ഞിരിക്കുകയാണല്ലോ, ഇത് പോലീസ് സ്റ്റേഷനിലായിരുന്നോ വണ്ടി എന്ന് ചോദിക്കുകയാണ്. അതേ, പോലീസ് സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ അവരുടെ പണി തന്നെയാണ്, എഞ്ചിനൊക്കെ ആകെ കംപ്ലൈൻ്റ് ആണ്, ഫുൾ റിപ്പയർ ചെയ്യണമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ്. അവർക്ക് പൈസ കൊടുത്തല്ലേ നമ്മൾ, വീണ്ടും അവരെന്തേ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും പോലീസുകാരായിട്ട് വഴക്കിടാൻ വേണ്ടി പോവാണ്. അങ്ങനെ രേവതി പിടിച്ചു വെക്കുന്നുണ്ട്. സച്ചിയേട്ടാ ഇനി പോവല്ലേ, ഇനി പോയി കഴിഞ്ഞാൽ വീണ്ടും അവർ പിടിച്ചിടും എന്നൊക്കെ പറയുന്നുണ്ട്. ആര് പറഞ്ഞിട്ടും സച്ചി കേൾക്കുന്നില്ല. അങ്ങനെ അവിടെ വന്ന വർക്ക്ഷോപ്പിൽ നിന്ന് വന്ന ആൾ പറയുന്നുണ്ട്, നീ എന്ത് പൊട്ടത്തരായി കാണിക്കുന്നത്, വീണ്ടും നിന്നെ അവിടെ തന്നെ അവർ പിടിച്ചിടും, അതിലും നല്ലത് ഇത് റിപ്പയർ ചെയ്യാൻ നല്ലത് എന്ന് പറയാണ്. നീ എങ്ങനെയെങ്കിലും ഈ വണ്ടി എൻ്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവാ, ഞാൻ എന്തായാലും ചെയ്തു തരാമെന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര ആ 1,00,000 രൂപ പോയ സങ്കടത്തിൽ ഇങ്ങനെ സച്ചിയോട് സങ്കടം പറഞ്ഞ് നിൽക്കുകയാണ്. അമ്മ എന്താ കിടക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെയാടാ കിടക്കുക, എൻ്റെ കയ്യിലുള്ള 1,00,000 രൂപയാണ് പോയത്, നാളെ 10 പവൻ നമ്മുടെ ശ്രുതിക്ക് എടുക്കാൻ വേണ്ടിയിട്ടും ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടി ഞാൻ എടുത്തു വെച്ച പൈസയാണ്, ഇനി എന്താടാ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശ്രുതിക്ക് നമ്മൾ 10 പവൻ തന്നെ എടുക്കണമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി തള്ളി വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോവാണ്. ഈ സമയത്ത് സച്ചിയും രേവതിയൊക്കെ കരഞ്ഞുകൊണ്ടാണ് വണ്ടി തള്ളി കൊണ്ടുപോകുന്നത്. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പോലീസുകാർ എന്നെ തല്ലാൻ വന്നപ്പോൾ ഇടയിൽ കയറിയത്, നിനക്ക് തല്ല് കൊണ്ടെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എങ്ങനെ സച്ചിയേട്ടാ, ഞാൻ നിങ്ങളെ തല്ലുമ്പോൾ നോക്കി നിൽക്കുക, മാത്രമല്ല നീ എന്തിനാ ആ രാത്രി എന്നെ തിരഞ്ഞ് നാട്ടിലോട്ട് വന്നത്, നീ അച്ഛമ്മയുടെ അടുത്ത് അവിടെ നിൽക്കായിരുന്നില്ലേ എന്ന് പറയാണ്. സച്ചിയേട്ടൻ ഇവിടെ എങ്ങനെയെന്ന് അറിയാതെ ഞാൻ എങ്ങനെ സമാധാനത്തിൽ അവിടെ നിൽക്കുക, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടൻ ചെയ്യുന്നതിനൊക്കെ പേടിത്തിയമ്മയാണല്ലോ അനുഭവിക്കുന്നത് എന്ന് പറയാണ്. അതെന്തായാലും അനുഭവിച്ചല്ലേ പറ്റുമെന്നും ശ്രീകാന്ത് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും കഴിച്ചോ, ഇന്നലെ രാത്രി അവിടെ നിന്ന് പോകുന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഏട്ടാ, ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാണ് ഏട്ടത്തിനെ, പക്ഷേ ഏട്ടത്തി കഴിക്കുന്നില്ല, ഏട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയാൽ മാത്രമേ കഴിക്കൂ എന്നാണ് ഏട്ടത്തി പറഞ്ഞത്, പിന്നെ ഏട്ടത്തി അവരുടെ മുൻപിൽ കരഞ്ഞു പറഞ്ഞ കാരണമാണ് ഏട്ടനെ ഇപ്പോൾ ഇറക്കാൻ കൂടെ പറ്റിയത് എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് സങ്കടത്തോടെ രേവതിയെ എങ്ങനെ നോക്കുകയാണ് സച്ചി. അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, നീ തള്ളണ്ട, നീ അങ്ങ് മാറി നിൽക്ക്, നിങ്ങൾ മാറി നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി തള്ളിക്കൊണ്ടുപോക്കാളാന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചില്ല എന്ന് കരുതിയിട്ട് എനിക്ക് ഒരു ക്ഷീണമില്ല, സച്ചിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയല്ലോ, അത് മാത്രം മതി, എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. വേണ്ട, നീ അങ്ങ് മാറി നിൽക്കുക, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാണ്. വേണ്ട, നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി സഹായിക്കാമെന്ന് പറയുന്നുണ്ട്, ദേവുണ്ട് കൂടെ. അങ്ങനെ ദേവുവിനോട് ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എന്തിനാ ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് വീട്ടിൽ പോക്കൂടെ എന്ന് ശ്രീകാന്ത് ദേവുവിനോട് ചോദിക്കുകയാണ്. പിന്നെ എൻ്റെ കൂടപ്പറപ്പിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ കൂടെ നിൽക്കണ്ടേ എന്ന് പറയും. എല്ലാവരും കൂടി തള്ളി നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിടാണ് വണ്ടി. അതിനുശേഷം ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുന്ന സമയത്ത് അച്ഛനും അതുപോലെ ചന്ദ്രയും സുധിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എവിടെയുടെ വണ്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, വണ്ടിക്ക് റിപ്പയറാണ്, സ്റ്റാർട്ടാവുന്നില്ല, അപ്പോൾ ഞാനൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ കൊണ്ട് വന്ന് നോക്കിയപ്പോൾ അത് ഒരുപാട് നേരെയാക്കാനുണ്ട്, അപ്പോൾ വർക്ക്ഷോപ്പിൽ ഇട്ടു എന്ന് പറയാണ്. അച്ഛാ, അത് നേരെയാക്കണമെങ്കിൽ ഒരു 1,00,000 മുകളിൽ ചിലവാകും എന്നൊക്കെ പറയാണ്. നാളെ തന്നെ അത് കൊടുക്കണം, അവർക്കും ഓരോ സാധനങ്ങൾ വാങ്ങിക്കേണ്ടതല്ലേ, എന്തേ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാം അവരുടെ കളിയാണ്, പോലീസുകാരാണ് അങ്ങനെ ആക്കിയത് വണ്ടി. ആ വണ്ടിയുടെ മുകളിൽ ഇനി ചിലവാക്കുന്നത്, ഒന്നല്ലെങ്കിൽ വല്ല പൊട്ടക്കിണറ്റിലോ വല്ല കായലിലോ വണ്ടി കൊണ്ടുപോയിടുക എന്ന് പറയാണ്. അത് കേട്ടിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ പൊട്ടക്കിണറ്റിലോ കായലിലോ ആണോ കൊണ്ടുപോയിടേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ രവി പറയുന്നുണ്ട്, എന്താടാ ഇനി നമുക്ക് ചെയ്യുക, നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളതല്ലേ, നാളെ തന്നെ കൊടുക്കണ്ടേ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, ഞാൻ ബൈക്കിൻ്റെ RC പണയം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും, അത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ബൈക്കിൻ്റെ RC ഒന്നും വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക എന്ന് അച്ഛനറിയാലോ, നമുക്ക് എന്തായാലും ഇതുവരെ ഞാൻ ചെയ്യില്ല, അതിൽ കൈവയ്ക്കില്ല എന്ന് കരുതിയാൽ തന്നെ നമുക്കിനി കൈവച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആധാരം ഞാൻ എടുത്ത് തരാമെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുന്നുണ്ട്, ആധാരം കൊടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്
ഞെട്ടി നിൽക്കുകയാണ്. കാരണം ആധാരം ഓൾറെഡി നമ്മുടെ ചന്ദ്ര പണയം വെച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ചന്ദ്രയ്ക്ക് പേടിയാവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ആധാരമൊന്നും ഞാൻ തരില്ല, ഞാൻ ഒരിക്കലും തരില്ല എന്ന് പറയാണ്. എന്നാൽ നീ നിൻ്റെ കയ്യിലുള്ള പൈസ അവന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതും തരില്ല എന്ന് പറയാണ്. എന്നാൽ ഞാൻ ആധാരം തന്നെ നിനക്ക് എടുത്തു തരാം എന്ന് പറഞ്ഞ് രവി ഉള്ളിലോട്ട് പോവാണ് ആധാരം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ആധാരം നോക്കുമ്പോൾ അവിടെ കാണില്ല, അപ്പോൾ എല്ലാ കള്ളവും പൊളിയും, ഇപ്പം അത് മതിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയും രവിയുടെ കൂടെ ഉള്ളിലോട്ട് പോവാണ്. അങ്ങനെ രവിയോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ല ആധാരം കേട്ടില്ല, എന്തായാലും ഞാൻ എൻ്റെ കയ്യിലുള്ള അമ്മ തന്ന പൈസ നിങ്ങൾക്ക് തരാം എന്ന് പറയാണ്. ഓ എന്നാൽ നീ പൈസ എടുത്തിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുക. അങ്ങനെ ചന്ദ്ര നേരെ പൈസ എടുത്തിട്ട് അവരുടെ അടുത്ത് കൊടുക്കുകയാണ്. സച്ചിക്ക് കൊടുക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത്, നീ വാങ്ങിച്ചോ എന്ന് പറയാണ്. നീ വാങ്ങിക്കാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അച്ഛമ്മയുടെ പൈസ ഇവരുടെ പൈസയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പൈസ കൊടുക്കുകയാണ്. എന്നാൽ മോളെ നിങ്ങൾ ചെല്ല്, നിങ്ങൾ പോയി കുളിച്ചിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കും, നല്ല ക്ഷീണമുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കിടന്നുറങ്ങിക്കുക എന്ന് പറയണം. അങ്ങനെ അവരവിടെ ഈ സമയത്ത് സുധിയും ചന്ദ്രയും കൂടെ പറയുന്നുണ്ട്, എടാ ഇനി എന്താടാ ചെയ്യുക, ഞാൻ ആ സമയത്ത് അത് കൊടുത്തിട്ടില്ലെങ്കിൽ ആധാരം അവിടെ ഇല്ലാത്ത കാര്യം അച്ഛനറിയും, ഇനി അത് വേറെ പ്രശ്നമാവും, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തതെന്ന് പറയാണ്. അമ്മ ഇനി പൈസയ്ക്ക് എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് രേവതി താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ രേവതിയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്, ഇവൾ കയറിയ പിന്നെ കയ്യിൽ 5 പൈസ നിൽക്കുന്നില്ല, ഇവൾ വലതുകാലം ഇവിടെ വെച്ച് കയറിയ പിന്നെ നാശം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്താണ്. അങ്ങനെ രേവതിയും ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ശേഷം നമ്മുടെ ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യുക, 1 ലക്ഷം രൂപ എന്തായാലും ആധാരത്തിൽ നിന്ന് ഒന്നും കൂടെ നമുക്ക് ചോദിച്ചു നോക്കി 1 ലക്ഷം കിട്ടും, ബാക്കി പൈസയ്ക്ക് ഞാൻ ഇനി എന്ത് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ആലോചിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും രേവതിയെയും ആണ്. രണ്ടാളും നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ പറയുന്നുണ്ട് സച്ചി, എന്തായാലും എൻ്റെ വണ്ടിയിൽ ആരാണ് കഞ്ചാവ് വെച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കും, ആരോ വേണമെന്ന് വെച്ചിട്ട് ചെയ്ത കാര്യം തന്നെയാണ്, ഞാനത് എന്തായാലും കണ്ടുപിടിക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടന് ആരാണിത് ചെയ്തതെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആരാ ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിക്കും, ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് അതിനുള്ളതാണെന്ന് സച്ചി പറയാം. രേവതിക്കും ശ്രീകാന്തിനും ദേവോനും ആരാണ് ചെയ്തതെന്ന് അറിയാം, സച്ചിയോട് പറയാതിരിക്കുകയാണ്. ആ വിവരം സച്ചി അറിഞ്ഞാൽ എന്തായാലും സച്ചിക്ക് ദേഷ്യം വരും, രേവതിയോട് ചൂടാവും ചെയ്യും. സച്ചി പറയുന്നത് കേട്ട് ഞെട്ടി പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് രേവതി. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.